വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ അനുശോചനമറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ദുഃഖകരമായ സംഭവമാണെന്നും അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമെങ്കിൽ ചികിത്സ ഉറപ്പാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വാൽപ്പാറയിലുണ്ടായ ദാരുണമായ അപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ആഴത്തിൽ പങ്കുചേരുന്നു. വനിതാ ബിൽ പരാജയപ്പെട്ടതിൽ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ. വനിതാ സംവരണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ വെള്ളിയാഴ്ച ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് അമിത്ഷാ എക്സിലെ പോസ്റ്റിൽ പറഞ്ഞത്. സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ബിൽ പരാജയപ്പെട്ടതിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ വിജയാരവം മുഴക്കി ആഘോഷിക്കുന്നത് അങ്ങേയറ്റം മോശവും സങ്കല്പിക്കാനാവാത്തതുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യന്ത്രം പണിമുടക്കി. പാതി കത്തിയ നിലയിൽ 80കാരന്റെ മൃതദേഹം ചേംബറിനകത്ത് കിടന്നത് 4 മണിക്കൂർ. പുന്നയൂർക്കുളം പുന്നയൂർ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ മൃതദേഹത്തോട് അനാദരവ്. സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ തുടർന്ന് മൃതദേഹം പാതി കത്തിയ നിലയിൽ ചേംബറിനകത്ത് കിടന്നത് 4 മണിക്കൂർ. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നു. മൃതദേഹം സംസ്കരിക്കാൻ കഴിയാതെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നതോടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പുന്നയൂർ എടക്കഴിയൂർ സ്വദേശി പുന്നവീട്ടിൽ കുട്ടപ്പനാണ് വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ മരിച്ചത്. വെള്ളി ഉച്ചയ്ക്ക് 12 മണിയോടെ മൃതദേഹം ദഹിപ്പിക്കാനായി പുന്നയൂർ പഞ്ചായത്ത് ശ്മശാനത്തിലെ സ്മൃതിപഥം ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ എത്തിച്ചു. തുടക്കത്തിൽ ചേംബറിന്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് യന്ത്രം നിലച്ചതോടെ മൃതദേഹം പാതി കത്തിയ നിലയിൽ ചേംബറിനകത്ത് തുടരുകയായിരുന്നു. കൊച്ചി മേയർക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. അഴിമതി ആരോപണം ഉന്നയിച്ച കൊച്ചി മേയർ VK മിനിമോൾക്കെതിരെ കോർപ്പറേഷൻ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. മേയറുടെ രാജി ആവശ്യപ്പെട്ട ഇടത് കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് മേയർ ആവർത്തിച്ചു. അഴിമതി നടത്തിയ മേയർ രാജിവെക്കണമെന്ന ബാനർ ഉയർത്തിയാണ് ഇടതംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. പ്രതിപക്ഷ ബഹളത്തിൽ കൗൺസിൽ യോഗം സ്തംഭിച്ചു. വരും ദിവസങ്ങളിൽ മേയർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. ചാലക്കുടി പഴയ പാലത്തിലൂടെ നാളെ മുതൽ വാഹനങ്ങൾ വിടില്ല. ശനിയാഴ്ച രാത്രി 9 മുതൽ 6 ദിവസത്തേക്ക് ചാലക്കുടി പുഴയ്ക്ക് കുറുകെ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. ചാലക്കുടി ദേശീയപാതയിൽ മുരുങ്ങൂർ, കൊരട്ടി, ചിറങ്ങര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അറ്റകുറ്റപ്പണികൾക്കും ഭാരപരിശോധന നടത്തുന്നതിനുമായാണ് ഗതാഗത നിരോധനം. ഇതോടൊപ്പം പഴയ പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന അടക്കമുള്ള അറ്റകുറ്റപ്പണികളും നടത്തും.